കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിലാണ് തീ പടർന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഗോഡൌണിൽ പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എസ് ശരൺ ചേരുന്നു. ശരൺ, വളരെ ഗുരുതരമായൊരു തീപിടുത്തമാണോ? മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇപ്പോൾ തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫയർ എഞ്ചിൻ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ എത്രത്തോളം തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോൾ തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള കളത്തിപ്പറമ്പ് റോഡിലാണ് പാരഗൺ ഗോഡൌണിന് നേരെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം ഫയർ എഞ്ചിൻ ഇവിടേക്ക് പാഞ്ഞെത്തി തീ അണയ്ക്കാനുള്ളൊരു ശ്രമത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ഇപ്പോൾ തീ മറ്റ് നിലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം 4 നിലയുള്ള ഗോഡൌണാണ്. ഇവിടെ ചെരുപ്പ് പാരഗണിന്റെ പ്രധാനപ്പെട്ട ചെരുപ്പ് ഗോഡൌണാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടെ കണക്കിലെടുത്താണ് ഫയർ എഞ്ചിന്റെ തീവ്രമായൊരു ശ്രമം ഇപ്പോൾ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് ഈ ഗോഡൌണുകളിൽ തന്നെ ഈ ഗോഡൌണിലെ 4 നിലകളാണുള്ളത്. ഈ 4 നിലകളിലെയും ചില്ലുകളടക്കം, അതായത് ജനൽ ചില്ലുകളടക്കം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം നമുക്ക് ഇവിടെ എത്തിയപ്പോൾ കേൾക്കാൻ സാധിച്ചിരുന്നു. ഏതായാലും തീവ്രമായൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിന് ഉള്ളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ അത് എത്രത്തോളം ജീവനക്കാർക്ക് പുറത്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ അതോ അകത്ത് തന്നെ പെട്ടിരിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നോക്കുന്നുണ്ട്. ഏതായാലും ആദ്യം തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കളത്തിപ്പറമ്പ് റോഡിലെ പാരഗൺ ഗോഡൌണിന് നേരെയാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഫയർഫോഴ്സ് ജീവനക്കാർ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ തീവ്രമായ ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത്. കാരണം ആദ്യ നില കത്തിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് മറ്റ് നിലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ പൂർണ്ണമായും ഈ കെട്ടിടം പൂർണ്ണമായും തന്നെ, അതായത് 4 നിലയും കത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ പുകനാളങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേറെ ചൂടും കാറ്റുമുണ്ട്. അത് വലിയ രീതിയിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ഇന്ന് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ ഏത് വിധേനയും തീ അണച്ചുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് ആദ്യം ഒരു ഫയർഫോഴ്സ് എഞ്ചിൻ എത്തിയെങ്കിൽ പോലും കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇവിടെ എത്തി തീവ്രമായി തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, കൊച്ചിയിൽ ബഹുനില കെട്ടിടത്തിന് തീപിടുത്തം. അതൊരു വൻ തീപിടുത്തമായി വളരുന്നു. 4 നില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. പാരഗൺ ചെരുപ്പിന്റെ ഗോഡൌണിന് തീപിടിച്ചിരിക്കുന്നു. അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഫയർഫോഴ്സ്. അത്തരത്തിലാണ് ശരൺ, ഈ സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യത, കൂടുതൽ ഫയർ എഞ്ചിനുകൾ അങ്ങോട്ടെത്തുക, സ്ഥിതിഗതികൾ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറാതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ആവശ്യമായ ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിക്കാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമായ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തിക്കാനായിട്ടുണ്ടെങ്കിൽ പോലും പുകനാളങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം 2 ഫയർ എഞ്ചിനുകൾ എത്തിയിരുന്നു. ഈ ഫയർ എഞ്ചിനുകൾ വഴി തന്നെ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർ ഏർപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിൽക്കാത്ത ഒരു സാഹചര്യമാണ്, അതിൽ ഒതുങ്ങാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീ നാളങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തെ അല്ലെങ്കിൽ ഈ
തീ അണയ്ക്കാനായി കൂടുതൽ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ എഞ്ചിനുകൾ ആവശ്യമാണെന്നുള്ളൊരു നിഗമനത്തിൽ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഫയർഫോഴ്സുകൾ ഇവിടെ എത്തുകയും ആ തീവ്രമായ ശ്രമം തന്നെ നടത്തിക്കൊണ്ട് ഇരിക്കുകയുമാണ്. ഏതായാലും ആളപായം അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോഡൌൺ പൂർണ്ണമായും തന്നെ കത്തി അമരുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയി. ആദ്യ നിലയിൽ തീ പിടിച്ചതിന് ശേഷം പിന്നെ മറ്റ് നിലകളിലേക്ക് കൂടി വ്യാപിക്കുന്നതിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ തന്നെ നാട്ടുകാരുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള വലിയ ശ്രമവുമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ നിലകളിലേക്ക്, അതായത് 4 നിലയുള്ള ഗോഡൌൺ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിലയിൽ നിന്ന് കത്തിയപ്പോൾ തന്നെ രണ്ടാമത്തെ നിലയിലോട്ടും മൂന്നാമത്തെ നിലയിലോട്ടും ഒക്കെ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. 4 നിലകളും കത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ നിലകളിലെല്ലാം തന്നെ തീ അടയ്ക്കുക എന്നുള്ളത് വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഫയർഫോഴ്സിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയത്തായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പുകനാളങ്ങൾ, വലിയ തോതിൽ പുകനാളങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഗോഡൌണിന് അകത്ത് പൂർണ്ണമായി തന്നെ ഗോഡൌണ് കത്തിയമരുന്നൊരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും തീവ്രമായൊരു ശ്രമവുമായി തന്നെയാണ് ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കളത്തിപ്പറമ്പ് റോഡിലാണ് പാരഗോണിന്റെ ഏറ്റവും വലിയ ഗോഡൌൺ ഉള്ളത്. ഈ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ആദ്യ നില കത്തിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഇവിടേക്ക്, ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് മറ്റ് നിലകളിലേക്കും വ്യാപിച്ചതാണ് കൂടുതൽ പ്രതിസന്ധിയിൽ ആക്കിയത് ഫയർഫോഴ്സിനെ. ഏതായാലും ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏത് വിധേനയും തീ അണയ്ക്കുക എന്ന തീവ്ര ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് കൂടുതൽ ഫയർ എഞ്ചിനുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു കണക്കൂട്ടലിലാണുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു നിലകളിലേക്ക് കൂടെ വ്യാപിച്ചതുകൊണ്ട് തന്നെ വലിയ തോതിൽ പുകനാളങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളത്തിപ്പറമ്പ് റോഡിലാണ്. കളത്തിപ്പറമ്പ് റോഡിലെ പാരഗൺ ഗോഡൌണിലാണ് വമ്പൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, കൊച്ചിയിൽ വൻ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് തുടരുകയാണ്. പക്ഷേ അതിനുള്ള പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ചെരുപ്പ് ഗോഡൌണാണ്, പാരഗണിന്റെ ചെരുപ്പ് ഗോഡൌണിലാണ് തീ പിടിച്ചിരിക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ശരണ്, ഈ തീപിടുത്തം അത് ഇപ്പോൾ എത്ര മണിക്കൂറായി, എത്ര സമയമായി ഇത്തരത്തിൽ തീ അവിടെ പടരുന്നുണ്ട്? ഒപ്പം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഇനിയും കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. എങ്കിലും ഈ ജീവനക്കാർ അതിനകത്തുണ്ടായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു? അവരുടെ അവസ്ഥ എന്താണ്? അവർ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ കൊച്ചി മേയറെയൊക്കെ അടക്കം അവിടെ കാണാം. മേയർ, ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണോ? തീപിടുത്തം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിൽ ഇവിടെ ഫയർ സർവീസും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും തീ വളരെയധികം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അപായമില്ല, പക്ഷെ കെട്ടിടം വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഉള്ളിലുള്ള സാധന സാമഗ്രികളെല്ലാം വളരെയധികം തീ പിടിക്കാനായിട്ട് പ്രോണായിട്ടുള്ള ഒരു വസ്തുക്കളാണ്. പ്രത്യേകിച്ചിട്ട് റബ്ബറും ഫോമും പെട്രോളിയം പ്രോഡക്ട്സും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം മുഴുവനായിട്ട് കത്തി അമർന്ന് നിലത്തേക്ക് ഇരിക്കാൻ, നിലം പൊത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അതാണ് നിയന്ത്രിക്കാനും, നിലം പൊത്തിയാൽ അതനുസരിച്ചുള്ള അപകടത്തിൻ്റെ സാധ്യത കത്തലുകൊണ്ട് മാത്രമല്ല കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകാവുന്ന ആപത്തുകളും കൂടി ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കാനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വളരെയധികം ഊർജിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ റോഡിൻ്റെ ഒരു വീതി കുറവും അതുപോലെ തന്നെ ഇത് കണ്ട് ഓടിയെത്തിയിരിക്കുന്ന ആളുകളുടെ ആധിക്യവും കൊണ്ട് ഇതിനൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും വളരെയധികം ശ്രമങ്ങൾ ഫയർഫോഴ്സ്, ജീവനക്കാരും തൊഴിലാളികൾ അകത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. ആളുകൾ ആരുമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. അടുത്ത ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്.
ഏതായാലും ആദ്യം ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീയെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ വെള്ളം ഫയർഫോഴ്സിൻ്റെതല്ല വിഷയം വരുന്നത്. വെള്ളം നിറച്ച വണ്ടികൾ വരുമ്പോൾ പുറകോട്ട്, ഞാൻ പറഞ്ഞല്ലോ, വഴിയുടെ വീതി കുറവുകൊണ്ട് ഒരു വാഹനം പുറകോട്ട് എടുത്താൽ മാത്രമേ അടുത്തതിനടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളഭയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗോഡൌൺ ആണ്. കളത്തിപ്പറമ്പ് റോഡിൽ ഉള്ള പാരഗണിന്റെ ചെരുപ്പ് ഗോഡൌൺ ആണ്. ഈ ഗോഡൌണിന് നേരെയാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഗോഡൌണിൽ തീപിടിച്ചതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ളൊരു കണക്കൂട്ടലുണ്ട്. ഏതായാലും ആളഭയമില്ലാത്തത് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ജീവനക്കാർ ആരുമില്ല, അകത്ത് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ സാധിച്ചിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ളത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തീ അടയ്ക്കാനുള്ള തീവ്ര ശ്രമവുമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്കിപ്പോൾ തത്സമയം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സുകൾ വന്ന് കഠിന പ്രയത്നം നടത്തുന്നുണ്ടെങ്കിൽ പോലും തത്സമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീ കത്തുന്നത്. അതായത് ആദ്യ നിലയിൽ തീ ഭയങ്കരമായി ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. തീ ഇതുവരെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഫയർഫോഴ്സ് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ആ ഒരു ശ്രമവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാത്തത് തന്നെയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതായാലും ഈ ഒരു തീപിടുത്തം വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കുമെന്നുള്ളൊരു കണക്കൂട്ടലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ നാശനഷ്ടത്തിലോട്ട് കാര്യങ്ങൾ പോവാതിരിക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ആളപായം ഇല്ല എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ജീവനക്കാരും തന്നെ അകത്തുണ്ടായിരുന്നില്ല. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ജീവനക്കാരും തന്നെ ഗോഡൌണിനകത്ത് ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം വലിയ ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. കൊച്ചിയിൽ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. 4 നില കെട്ടിടം തീയിൽ പൂർണ്ണമായും കത്തി അമരുന്ന സാഹചര്യം. ഫയർഫോഴ്സ് സംവിധാനമടക്കം എത്തി തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മേയർ പങ്കുവച്ച ഏറ്റവും പുതിയ വിവരം, ആളുകളാരും ഉണ്ടായിരുന്നില്ല, ജീവനക്കാരടക്കം ആരും ഉണ്ടായിരുന്നില്ല കെട്ടിടത്തിനുള്ളിൽ. പക്ഷേ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ കെട്ടിടം അങ്ങനെ തന്നെ നിന്ന് ഈ കത്തുന്നതിൻ്റെ കാഠിന്യത്തിൽ ഈ കെട്ടിടം വീഴാനുള്ള സാധ്യതയുമുണ്ട്. അതനുസരിച്ച് സമീപത്തുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപകട സാധ്യത, ഏതായാലും അപകടം മറ്റൊരു തരത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് എന്ന് മേയർ വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ശരൺ, ഈ കെട്ടിടം വീഴാനുള്ള സാധ്യത വെച്ച് ഈ സമീപത്തൊക്കെയുള്ള കെട്ടിടങ്ങൾ എന്തിൻ്റെയൊക്കെയാണ്? അതിലേക്ക് തീ പടരുന്നുണ്ടോ? ഇപ്പോൾ തീയുടെ ശക്തി കൂടുന്നതായി കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതുവരെയും തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രതിസന്ധി കൂടെ ശ്രദ്ധിക്കപ്പെടുന്നത് സമീപത്തുള്ള കെട്ടിടങ്ങളാണ്. ഫ്ലാറ്റ് അടക്കമുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. ഏതായാലും സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ അവിടെ നിന്നും ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെയാണ് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ മേയർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഇതൊരു ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് അടക്കം ഇവിടേക്ക് എത്താനും ഫയർ എഞ്ചിനുകൾ അടക്കം ഇവിടേക്ക് എത്താനുള്ള ഒരു സൗകര്യമില്ല. ഇതെല്ലാം തന്നെ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ തോതിൽ പുകനാളങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ഇത് തുടരുക. ഇപ്പോൾ ഹൈബി ഈഡൻ ടെലിഫോൺ ലൈനുണ്ട്. എം.എൽ.എ. താങ്കൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഇതൊരു വളരെ ഫുട്വെയർ ഗോഡൌൺ, 4 നിലയുള്ള ഒരു ഫുട്വെയർ ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. 3 ഫോഴ്സിന് ഒരേ സമയത്ത് ചെന്നിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ അതിന്റെ പരിസരത്തെത്തി. പക്ഷെ ഇവിടെയുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ കയറാം. റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിന്റെ സന്നാഹങ്ങൾ എത്തി തീപിടുത്തമാണ് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഈ ഉദ്യോഗസ്ഥർ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ?
ഇല്ലില്ല, ഞാൻ ആ റോഡ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഞാൻ അങ്ങോട്ട് എത്താനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ രൂക്ഷമായ ഒരു തീപിടുത്തമാണ്. 3 ഫയർഫോഴ്സിന് ഒരുമിച്ച് നിന്നിട്ടും അത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ കൂടുതൽ സന്നാഹങ്ങൾ എത്തി അല്ലെങ്കിൽ തീ ശരി താങ്കൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം നേരത്തെ ശരൺ പറഞ്ഞതുപോലെ സമീപത്തെ ഫ്ളാറ്റുകൾ അടക്കമുണ്ട്, അതിലേക്കൊക്കെ തീ പടരാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ സാഹചര്യങ്ങളുള്ളത്. ഇത്രയധികം ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും തീ ഒട്ടും തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശരൺ, അപകടം പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാൻ സാധിക്കുമോ? ഈ പറഞ്ഞതുപോലെ ഈ ജീവനക്കാരൊക്കെ ഈ തീപിടുത്തം അറിഞ്ഞ് അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കുകയായിരുന്നോ, അതോ ഇന്ന് അവിടെ ജീവനക്കാരുടെ സാന്നിധ്യം ഇല്ലായിരുന്നോ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരം? ജീവനക്കാരുടെ സാന്നിധ്യം തീ പിടിക്കുമ്പോൾ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഫയർ ഫോഴ്സ് അല്ലെങ്കിൽ ഫയർ എഞ്ചിനുകൾ ഇവിടെ എത്തി അരമണിക്കൂറിലേറെ സമയമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതുവരെയും തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന് മുന്നിലുള്ളത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊച്ചി കോർപ്പറേഷൻ അടക്കം ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ഇടുങ്ങിയ റോഡാണ്, ഇവിടെ കൂടുതൽ ഫയർ ഫോഴ്സുകൾക്ക് എത്താൻ അല്ലെങ്കിൽ ഫയർ എഞ്ചിനുകൾക്ക് എത്താനാകാത്തൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഫയർ എഞ്ചിനുകൾ ഇവിടെ എത്തി നടത്തുന്ന ശ്രമം തന്നെ പൂർണ്ണമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ നിലയിൽ നമ്മളിപ്പോൾ തത്സമയം ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ നില കത്തി അമർന്ന ശേഷം അവിടെ നിന്നും പുറത്തേക്ക് വീഴുന്ന അവിടെ നിന്നും കെട്ടിടത്തിന്റെ തന്നെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ തത്സമയം കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ നില കത്തി അമർന്നതിന് ശേഷമാണ് പിന്നീട് 2ാം നിലയിലും 3ാം നിലയിലും 4ാം നിലയിലേക്കും തീ വ്യാപിക്കുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കെട്ടിടത്തിന്റെ തന്നെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കെട്ടിടം തന്നെ നിലം പൊത്തുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് ഫയർഫോഴ്സിന് മുന്നിലുള്ളതും. കാരണം അത്രയ്ക്കാണ് തീ ഇപ്പോൾ ആളിക്കൊത്തിക്കൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമവുമായി ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾ, കാരണം അത്രയ്ക്ക് തീനാളങ്ങളുണ്ട്, ആ തീനാളങ്ങൾ കാരണം ഏറ്റവും മുകളിലത്തെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ജനൽ ചില്ലുകൾ അടക്കം തകർന്നുകൊണ്ടിരിക്കുന്നു. അതായത് അവിടെ നിന്നും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നുള്ള ജനൽ ചില്ലുകൾ പൂർണ്ണമായും കത്തി അമർന്ന ശേഷം ആ ജനൽ ചില്ലുകൾ താഴേക്ക് വീണ് പൊട്ടുന്ന കാഴ്ചയടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ നില ഇപ്പോൾ പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു. അവിടെ നിന്നും ശരൺ, ഇതിന് സമീപത്ത് നമ്മുടെ ക്യാമറാമാനും ശരണമടക്കം ഇതിന് സമീപത്ത് അപകടമൊഴിയുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത്, സമീപത്തേക്ക് പോകരുത്, അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി നൽകാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടിങ് പ്രധാനമാണ് എന്ന് പറയുമ്പോഴും സുരക്ഷിതത്വം കൂടി നോക്കണം. തുടരാം. തീർച്ചയായിട്ടും ആ ഒരു ജാഗ്രത തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാകാത്ത രീതിയിൽ തീനാളങ്ങൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ തീനാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും ആകാത്ത സാഹചര്യം. ഇവിടെ നിന്നും ആളുകളെ പൂർണ്ണമായും തന്നെ ഫയർഫോഴ്സും പോലീസും ഒഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പ്രധാനമായും ഫയർഫോഴ്സും പോലീസും നൽകിയിരിക്കുന്നത്. ഏതായാലും ആളുകളെ പൂർണ്ണമായും തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീനാളങ്ങൾ പകരാതിരിക്കാൻ അല്ലെങ്കിൽ തീനാളങ്ങൾ അവിടേക്ക് പടരാതിരിക്കാനുള്ള വലിയ ശ്രമം അല്ലെങ്കിൽ അതിനെ തടയെടുത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് തന്നെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ആദ്യ 2 ഫയർഫോഴ്സുകളായിരുന്നെങ്കിൽ ഇപ്പോൾ 10ഓളം ഫയർഫോഴ്സുകൾ അല്ലെങ്കിൽ ഫയർ എഞ്ചിനുകൾ എത്തി തീവ്രമായ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോൾ തീ അണയ്ക്കാൻ സാധിക്കാത്തത് തന്നെയാണ് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. വലിയ നാശനഷ്ടം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാരഗോണിന്റെ പ്രധാനപ്പെട്ട ചെരുപ്പ് ഗോഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ളൊരു കണക്കൂട്ടലുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കുക. പ്രധാനമായും ഫയർഫോഴ്സിന് ഇപ്പോൾ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പകരാനിരിക്കാനുള്ള ശ്രമമാണ്. കാരണം മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പകരുക
തീപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെട്രോയെ അടക്കം ബാധിക്കുന്നത് അതിൻ്റെ തന്നെ സമീപത്തേക്ക് പോവുകയും അവിടെയുള്ള കെട്ടിടങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അങ്ങനെ തീ പടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഏതായാലും അത്തരത്തിലൊരു നീക്കം തടയാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയം ആകാത്തത് തന്നെയാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം ആളപായം ഇല്ല എന്നുള്ള കാര്യം വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നേരത്തെ തീ പടരുമ്പോൾ അല്ലെങ്കിൽ തീ പിടിക്കുമ്പോൾ തന്നെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾ ജീവനക്കാർ ഇതിനകത്ത് അത് ഗോഡൌണിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളൊരു വലിയ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എങ്കിൽ തന്നെയും ഇപ്പോൾ തൽക്കാലം ഈ ദൃശ്യങ്ങൾ അങ്ങനെ തുടരട്ടെ. ഈ പറഞ്ഞതുപോലെ സുരക്ഷിതമായ സ്ഥാനത്തേക്കൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകരോടും അക്കാര്യം തന്നെ ശരൺ പറയണം. കാരണം ഇതിപ്പോൾ കെട്ടിടം വീഴാനുള്ള സാധ്യതയുണ്ട്, ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഒഴിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളും ഒഴിഞ്ഞു മാറേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ നൽകേണ്ടതും റിപ്പോർട്ട് നൽകേണ്ടതും ഒക്കെ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോഴും സുരക്ഷിതത്വം അതാണ് അതിന് പ്രഥമ പരിഗണന നൽകണം. അത്തരത്തിലൊന്ന് ഒന്ന് മാറി നിന്ന ശേഷം ഞാനിപ്പോൾ ഷനിലേക്ക് തിരിച്ചു വരാം. കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. 6 നിലയുള്ള കെട്ടിടമാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം. 11:30യോടുകൂടി തീ പടരുകയായിരുന്നു. അത് പെട്ടെന്ന് ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അഗ്നിരക്ഷാസേന ആദ്യം 3 യൂണിറ്റുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഒരു 7 യൂണിറ്റ് കൂടെ വന്നു. ഇപ്പോൾ 10 യൂണിറ്റുകൾ അവിടെ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. തീ ഇപ്പോഴും പടരുകയാണ്. സമീപത്തെ ഫ്ളാറ്റുകൾ അടക്കമുള്ള ജനവാസമുള്ള വിവിധ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഈ ഫ്ളാറ്റുകളിലേക്കടക്കം തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതൊഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും ആളിക്കത്തുകയാണ് തീ. പുകപടലങ്ങൾ ഉയരുന്നത് കാണാം. അകത്ത് ഏതാണ്ട് 2 നിലകളോളം പൂർണ്ണമായും കത്തി അമർന്നു കഴിഞ്ഞു. ആ രീതിയിലാണ് ഇനിയുള്ള അപകടകരമായ ഒരു സാധ്യത. ഈ കെട്ടിടം താഴേക്ക് നിലം പതിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കനത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ 10ഓളം അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തീ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു. കെട്ടിടത്തിന് പൂർണ്ണമായും തീ പിടിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. റോഡ് ഗതാഗതവും മെട്രോ നിർമ്മാണ ജോലികളും സമീപത്തുണ്ടായിരുന്ന മെട്രോ നിർമ്മാണ ജോലികളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം റെയിൽ ഗതാഗതത്തെ തീപിടുത്തം ബാധിച്ചിട്ടില്ല. സമീപത്ത് ഏതാണ്ട് 3/4 കിലോമീറ്റർ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം അകലെ തീവണ്ടി ഗതാഗതമുള്ള സ്ഥലമാണ്, തീവണ്ടി പാളമുള്ള സ്ഥലമാണ്. പക്ഷേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപമാണ്. പക്ഷേ അതിനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന ആശ്വാസകരമായ കാര്യവുമുണ്ട്. അപ്പോഴും അപകടം തരണം ചെയ്യപ്പെട്ടില്ല. ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതും ആശ്വാസകരമായ കാര്യമാണ്. ഗോഡൌണിനുള്ളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല, ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മേയറും MLAയും അടക്കം നമ്മളോട് അല്പം മുമ്പ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വലിയ ഒരു തീപിടുത്തത്തിന് കൊച്ചി സാക്ഷ്യം വഹിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിന് അവരുടെ പ്രധാനപ്പെട്ട ഗോഡൌണാണ് ഇത്. ഏതായാലും ഈ ഗോഡൌൺ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം മാരകമായ രീതിയിൽ തീ പടർന്നു പിടിക്കുകയാണ്. അത് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾക്ക്, അഗ്നിശമന സേനാ സംവിധാനങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വലിയ തോതിൽ പടർന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ അപകടകരമായ ഒരവസ്ഥ അവിടെയുണ്ട്. അവർ നിരന്തരം ശ്രമിക്കുന്നുണ്ട്, അഗ്നി രക്ഷാ സംവിധാനങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യമില്ല. ശരൺ, സ്ഥലത്ത് നിന്ന് അല്പം മാറി നിന്ന് കഴിഞ്ഞോ? എങ്കിൽ തുടരാം. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? ശരണിലേക്ക് തിരിച്ചു വരാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ചെരുപ്പ് ഗോഡൌണിന് തീപിടിച്ചിരിക്കുന്നു. 6 നില കെട്ടിടത്തിന് തീപിടിച്ചു. ചെരുപ്പ് ഗോഡൌണിനാണ് തീപിടിച്ചത്. പാരഗൺ കമ്പനിയുടെ, നമുക്കൊക്കെ സുപരിചിതമായ പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഗോഡൌണിനാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ജനവാസ മേഖലയിൽ തന്നെയുള്ള ഒരു ഗോഡൌണാണ് ഇത്. സമീപത്ത് ഫ്ളാറ്റുകളടക്കമുള്ള ബിൽഡിങ്ങുകളുണ്ട്. അതിലേക്ക് തീ പടരാതിരിക്കാൻ ഈ ഫ്ളാറ്റുകൾക്ക് മുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. അവർ അശ്രാന്തം പരിശ്രമിക്കുകയാണ് ഇത് അപകടം പരമാവധി ഒഴിവാക്കാൻ, ആളപായം ഒഴിവാക്കാൻ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ. അതിനുള്ള പരിശ്രമത്തിലാണ് അവർ. കൂടുതൽ അഗ്നിരക്ഷാ സേനാ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്.